ഹലോ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്പനയിലിൽ കണ്ട സാമ്പത്തിക പ്രയാസമെല്ലാം തീർത്ത് ധനധാന്യ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സർവാർത്ഥ സാധക ലക്ഷ്മി സ്തോത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് വരവിനേക്കാൾ കൂടുതൽ ചിലവാണ്, കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല, പ്രതീക്ഷിക്കാത്ത ചിലവുകളൊക്കെയാണ് ജീവിതത്തിലേക്ക് വരുന്നത്, അതായത് നമുക്കൊരു കുറച്ച് ക്യാഷ് മെച്ചം വെക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും, ഇനിയിപ്പോൾ ധനം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഒരുപോലെ ജപിക്കാവുന്ന ശ്രേഷ്ഠമായ ലക്ഷ്മി സ്തോത്രമാണ് കേട്ടോ സർവാർത്ഥ സാധക ലക്ഷ്മി സ്തോത്രം. പക്ഷേ കുറച്ച് കഠിനമാണ്. എന്താണെന്ന് വെച്ചാൽ 20 വരികളുണ്ട്. 20 വരികൾ 36 തവണ ജപിക്കണം. അതായത് ഒരു പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞ് വീണ്ടും അങ്ങനെ 36 തവണ ജപിക്കട്ടോ. വടക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് വേണം ജപിക്കാൻ. മഹാലക്ഷ്മി ദേവിയുടെ മുൻപിലിരുന്ന് നെയ്വിളക്ക് കത്തിച്ച് വെച്ച് ജപിച്ചാൽ ഏറ്റവും ഫലമാണ്. ഇനി നെയ്വിളക്കില്ലെങ്കിൽ എണ്ണവിളക്കായാലും മതി, ദേവിയുടെ മുൻപിലിരുന്ന് ജപിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനി സ്തോത്രം വായിക്കാൻ കേട്ടോളൂ. ശാന്ത്യൈ നമോസ്തു ശരണാഗത രക്ഷണായേ, കാന്ത്യൈ നമോസ്തു കമനീയ ഗുണാശ്രയായേ, ക്ഷാന്ത്യൈ നമോസ്തു ദുരിതക്ഷയ കാരണായേ, ധാത്രേ നമോസ്തു ധനധാന്യ സമൃദ്ധിദായേ, ശക്തിയൈ നമോസ്തു ശശിശേഖര സംസ്തുതായേ, രത്യൈ നമോസ്തു രജനീകര സോദരായേ, ഭർത്രേ നമോസ്തു ഭവസാഗര താരികായേ, മത്യൈ നമോസ്തു മധുസൂദന വല്ലഭായേ, ലക്ഷ്മ്യൈ നമോസ്തു ശുഭലക്ഷണ ലക്ഷിതായേ, സിദ്ധ്യൈ നമോസ്തു ശിവസിദ്ധ സുപൂജിതായേ, ധൃത്യൈ നമോസ്തു തവ ദുർഗതി ഭഞ്ജനായേ, ഗത്യൈ നമോസ്തു വരസദ്ഗതി ദായികായേ, ദേവ്യൈ നമോസ്തു ദിവി ദേവഗുണാർച്ചിതായേ, ഭൂത്യൈ നമോസ്തു ഭുവനാർത്തി വിനാശനായേ, ധാത്രേ നമോസ്തു ധരണീധര വല്ലഭായേ, പുഷ്ടേ നമോസ്തു പുരുഷോത്തമ വല്ലഭായേ, ദാരിദ്ര്യ ദുഃഖാർണവ താരകായേ, നമോസ്തുതേ സർവഭയാപഹന്ത്രേ, ശ്രീ വിഷ്ണു വക്ഷസ്ഥല സംസ്ഥിതായേ, നമോ നമ സർവവിഭൂതിദായേ. ഈ മന്ത്രങ്ങൾ, അതായത് 20 വരി മന്ത്രങ്ങളാണ്. ഇത് 36 തവണ ജപിക്കണം. കുറച്ച് കഠിനമാവും ജപിക്കാൻ. കുറച്ച് ദിവസമൊക്കെ ജപിച്ച് കഴിയുമ്പോൾ തീർച്ചയായും ഫലം കിട്ടിക്കോളൂ കേട്ടോ. കാരണം തെറ്റാതെ ജപിച്ചോളൂ. കുറച്ചൊരു കഠിനം തന്നെയാണ്. അതൊന്ന് നന്നായിട്ട് വായിച്ച് നോക്കിക്കോളൂ. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കല്ലോ. അപ്പോൾ പ്രേക്ഷകർ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി എടുത്തിട്ട് ആദ്യം നന്നായിട്ട് വായിച്ച് പഠിക്കുക. എന്നിട്ട് കുറച്ചൊക്കെ നോക്കി ചൊല്ലിക്കോളൂ. നോക്കി ചൊല്ലി നന്നായി പഠിച്ചു കഴിഞ്ഞിട്ട് കാണാതെ ചൊല്ലിക്കോളൂ. ഒറ്റയടിക്ക് ഇത് കാണാതെ പഠിച്ച് ചൊല്ലാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ കാണാതെ പഠിച്ച് ചൊല്ലണമെന്ന് പറയാത്തത്. എപ്പോഴും ഞാൻ മന്ത്രങ്ങൾ കാണാതെ പഠിച്ച് ചൊല്ലാനാണ് പറയാറ്. പക്ഷേ ഇത് അത്ര പറ്റില്ല, കാരണം കുറച്ച് കഠിനമാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും ശ്രമിച്ച് നോക്കിക്കോളൂ കേട്ടോ. ചൊല്ലാൻ പറ്റുന്നവർ ചൊല്ലിക്കോളൂ. ഞാൻ നിർബന്ധിക്കണില്ല, കാരണം വലിയ മന്ത്രങ്ങളാണ്. ആർക്കും കുറച്ച് പ്രയാസം തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്